ഇന്നിവിടെ മോണ്ടിസോറി ജൂനിയർ വിഭാഗത്തിൽ ചേർന്ന എല്ലാ മക്കളും പിഞ്ചു മക്കളും ഇവിടെ സന്നിഹിതരാണ്. അവരുടെ പാരൻസ്, അവരുടെ ഗ്രാൻഡ് പാരൻസ്. ഞാൻ ആ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും തുടക്കമായിട്ടുള്ള ഈ ദിവസം നല്ലൊരു വിദ്യാലയ വർഷം ആശംസിക്കുകയാണ്. സകല സൗഭാഗ്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവട്ടെ. നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനോട് കൂടി ഭാവിയിലെ നല്ല പൗരന്മാരായിട്ട് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരട്ടെ. അതിന് സർവശക്തനായ ദൈവം എല്ലാ ആശംസകളും അതുപോലെ അനുഗ്രഹങ്ങളും വർഷിക്കുമാറാകട്ടെ. മിക്ക രക്ഷിതാക്കളും അവരുടെ മൂത്ത കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ ആണ് എത്തിച്ചേർന്നത്, അച്ഛനോ അമ്മയോ ആണ് ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങളുടെയും ആദ്യ അനുഭവമാണ് ഒരു കുട്ടിയെ കൈപിടിച്ച് സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ചുരുക്കം ചില രക്ഷിതാക്കളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടികളായിരിക്കും. ഒരുപക്ഷെ കുട്ടികളെക്കാൾ കൂടുതൽ നമുക്കാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണ് യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സെഷൻ്റെ വളരെ പ്രാധാന്യമുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് എച്ച് ജ്യോതി വേണം വളരെ ഭംഗിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, എന്തൊക്കെയാണ്, എന്നാണ് സ്കൂൾ തുടങ്ങുക എന്ന രീതികളൊക്കെ വളരെ വ്യക്തമായി മാഡം പറഞ്ഞു തരും. ഞാൻ പറയുന്നത് ഈ സ്കൂളിനെ കുറിച്ചാണ്. ഈ സ്കൂളിലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ 12ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ബോർഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഫലം വരികയുണ്ടായി. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയ വിദ്യാലയങ്ങളിലൊന്നായി MES സെൻട്രൽ സ്കൂൾ തിരൂര് നേട്ടം കൈവരിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമായി കാണുകയാണ്. ഇവിടെ പരീക്ഷ എഴുതിയ എല്ലാ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും 99 കുട്ടികളാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ +2 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ MES സെൻട്രൽ സ്കൂൾ തിരൂരിൽ എഴുതിയ എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് ഇവിടെ നിന്ന് പാസ്സായിട്ടുള്ളത്.
കുട്ടികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി അവർക്ക് തുടക്കത്തിൽ വേണ്ട നിർദ്ദേശങ്ങളും മറ്റും ബന്ധപ്പെട്ട എക്സൻസും അധ്യാപകർക്ക് നൽകുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. നമ്മുടെ സ്കൂളിൽ 89 തുടങ്ങി 36-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം, വളരെ നല്ല നിലയിൽ, വളരെ ഭംഗിയായി നമ്മുടെ സമൂഹത്തിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനും അതിനുതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടും നമ്മുടെ MES പ്രസ്ഥാന മാനേജ്മെൻറ്റ് ഇത് വളരെ ശ്രദ്ധാപൂർവം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഈ സിസ്റ്റം, മോണ്ടിസോറി സിസ്റ്റം എന്തുകൊണ്ട് ഇന്നും ലോകത്തിലെ ചെറിയ കുട്ടികളുടെ പഠനത്തിൽ ഏറ്റവും നല്ല മെത്തഡോളജി ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. പലവർക്കും നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചത് തന്നെ ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ ബാലവാടികൾ ഉണ്ടായിരുന്നു, നഴ്സറികൾ ഉണ്ടായിരുന്നു, കിൻഡർഗാർട്ടൻ വന്നു. അതിനുശേഷം ഏറ്റവും കൂടുതലായിട്ട് വന്നാൽ മോണ്ടിസോറി സിസ്റ്റം. ഇതിൽ ഇന്നും ഒരു നൂറ്റാണ്ടിന് ശേഷം അതേപോലെ നിൽക്കുന്ന ഒരു മെത്തഡോളജിയാണ് മോണ്ടിസോറി. അങ്ങനെ കാരണം 1900-ലുള്ള കുട്ടിയും 2025-ലുള്ള കുട്ടിയും ഒരു വ്യത്യാസവുമില്ല. നമുക്കറിയാം, ശാരീരികമായോ രൂപത്തിലോ മറ്റുള്ള ഭാവത്തിലോ ഒന്നിലും തന്നെ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടായിരിക്കുന്ന അവരുടെ സാഹചര്യങ്ങളിലാണ്, അതിൻ്റെ എൻവയോൺമെൻറ്റിലാണ്. ആ എൻവയോൺമെൻറ്റിൻ്റെ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇന്നും ഇതുപോലെ വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ നിൽക്കുന്നു. നമ്മുടെ കുട്ടികളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് ക്യാമ്പസിൽ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശദമായി നിങ്ങളുടെ മോണ്ടിസോറി സിസ്റ്റം എന്താണെന്ന് നമ്മുടെ ചെയർമാൻ സംസാരിച്ചു. സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 12th ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 62.5 ആണ്. അപ്പൊ അത്തരത്തിലുള്ള റിസൾട്ടാണ് ഈ സ്ഥാപനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ CBSE 10th കുട്ടികൾ എക്സാം എഴുതിച്ച 141 കുട്ടികൾ എക്സാം എഴുതിച്ച് അതിൽ ഫസ്റ്റ് 9 കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ മാർക്കാണ്. ആ 9 കുട്ടികൾ സെക്കൻഡ് ക്ലാസ് ആണ്. അങ്ങനെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയതിനുള്ള ട്രോഫി മഞ്ചേരിയിൽ വെച്ച് ഫംഗ്ഷൻ നമ്മുടെ സ്ഥാപനം കരസ്ഥമാക്കി. അതുപോലെ തന്നെ 100% 100% മാർക്ക് വാങ്ങിയ വകുപ്പിൽ ഇവിടുത്തെ 10ഓളം നമ്മുടെ സ്റ്റാഫുകളെ ടീച്ചേഴ്സിനെ അംഗീകരിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആരംഭം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കുട്ടികളായിട്ട് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവർ സൂചിപ്പിച്ച പോലെ നിങ്ങൾ MESന്റെ ഒരു സ്ഥാപനം തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും MES നടത്തിക്കൊണ്ടായിരിക്കുന്നത്. MESന് ഈ സ്കൂളുകാരുടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റുള്ള കോളേജുകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുന്നേറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് MES. അപ്പോൾ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ ശരിയായ പാതയിലാണ് നിങ്ങൾ ആദ്യത്തെ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത് എന്നാണ്. കാരണം നിങ്ങളുടെ കുട്ടികൾ പഠിച്ചു പോകുമ്പോൾ MESലാണ് നിങ്ങളുടെ കുട്ടി അതിന്റെ ഫൗണ്ടേഷൻ 8 എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനത്തിലും നിങ്ങളുടെ കുട്ടി പഠിച്ചു വലുതാവുമ്പോൾ ഇനി കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി MESലാണ് പഠിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ കുട്ടിയെ ആയിരിക്കും ആദ്യം അവിടെ ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MES and the school rule for your child. You have taken the right decision by doing so. And I am standing before you now just to give you a briefing about the Montessori system and also to give you a few guidelines. As parents, you
about your child, about the rules and regulations of the school, which I will be mentioning here. ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വർഷത്തെ അഡ്മിഷൻസ് നമുക്ക് ഏകദേശം 250 അഡ്മിഷൻസ് കടന്നു. അപ്പം ഈ വർഷത്തെ ഒരു പ്രത്യേകത ഇവിടെ പലരും ഇവിടെ പറഞ്ഞിരുന്നു, അതായത് സബ് ജൂനിയർ തൊട്ടിട്ടുള്ള കുട്ടികളാണ് നമ്മൾ കൊല്ലം പ്രീ പ്രൈമറി സെക്ഷനിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി മുതൽ എല്ലാ വർഷവും പ്രീ പ്രൈമറി എന്ന് വെച്ചാൽ 3 വർഷമാണ്. അതായത് സബ് ജൂനിയർ 3 to 4 years സബ് ജൂനിയർ ആണ്, 4 to 5 years ജൂനിയർ, 5 to 6 years സീനിയർ. 6 വയസ്സ് തികഞ്ഞാൽ മാത്രമേ കുട്ടി ഗ്രേഡ് 1ലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 ഏജ് ഗ്രൂപ്പിൽ, അതായത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഓരോ ക്ലാസ് റൂമിലും പ്രീ പ്രൈമറിയിൽ കാണാവുന്നതാണ്. നമുക്ക് മൾട്ടിപ്പിൾ ഏജ് ഗ്രൂപ്പിംഗ് ആണ്. ഓരോ ക്ലാസ് റൂമിൽ എൻവയറമെന്റ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ എൻവയറമെന്റിലും നമ്മൾ ഈ 3 ഏജ് ഗ്രൂപ്പ്സിലുള്ള കുട്ടികൾ ഉണ്ടാവും.